ഹലോ ഹായ്, ഇന്നൊരു തീയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കടച്ചക്ക തീയൽ. അതിനായിട്ട് നമ്മൾ തേങ്ങ, വറ്റൽമുളക്, കുരുമുളക്, കൊച്ചുള്ളി, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. തീയൻ്റെ അതേ പരുവത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇപ്പം ദാണ്ട അത്യാവശ്യം പാകമായിട്ടുണ്ട്. ഇനിയും ഇളക്കി ഇപ്പം എല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ലേശം മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നമുക്ക് ഈ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിന് നല്ല കളറ് കിട്ടും നമ്മുടെ കറിക്ക്. അതിനായിട്ട് നമ്മളിനി വെള്ളം ഒഴിക്കാതാണ് ആദ്യം നമ്മൾ പൊടിച്ചെടുത്തിട്ട് പിന്നീടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ അതാണ്ട് ഇതേപോലെ എല്ലാം ഞാൻ പാകമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ലേശം വെള്ളം മാത്രം ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ ഇതാണ്ട് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീയൽ ഉണ്ടാക്കാനായിട്ട് കൊച്ചുള്ളി മെയിൻ, നമുക്ക് കുറേ കൊച്ചുള്ളി വേണം. അപ്പോൾ ഒരു 10-20 കൊച്ചുള്ളി, കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തീയലിന് നല്ല ടേസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇത് തേങ്ങാക്കൊത്ത്. ഇത് നമ്മുടെ കടച്ചക്കയാണ്. അതെല്ലാം ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുവാണ് കറയൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചട്ടി വെച്ചു, തീ കത്തിച്ചു, ഗ്യാസ് കത്തിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വീണ്ടും നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കുറച്ച് ഉലുവ, 2-3 ഉലുവ, കൂടിപ്പോയാൽ കഴിക്കും. അപ്പോൾ 2-3 ഉലുവ, ആവശ്യത്തിന് കടുക് എല്ലാം ഇട്ട് ഇനി നമ്മുടെ ഉള്ളി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വാടി വരുമ്പോഴത്തേന് പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഇങ്ങനെ നമുക്ക് കൈ വരാതെ ഇളക്കിയെടുക്കണം. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പം അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിപ്പഴവും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നമുക്കിത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതീയിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നല്ല മഴയുണ്ട്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കടച്ചക്ക അതും നന്നായിട്ട് വെള്ളമെല്ലാം മാറ്റി അതിനകത്തിട്ട് അതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ച് നമ്മുടെ അരപ്പ് നമ്മൾ മസാല കുറച്ച് അതിനകത്ത് ഇട്ട് വെച്ചിപ്പോയി കേട്ടോ. മസാല ഇട്ട് മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അരപ്പെല്ലാം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തൊണ്ടെല്ലാം തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇത് പണ്ട് നമ്മൾ ഇറച്ചിക്കറി എന്തോ മസാല എന്നൊക്കെ പറയുമായിരുന്നു. കടച്ചക്കയ്ക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി.